നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാനഡയുടെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഒരു ദിവസമാണ് ഇന്ന്. കാനഡയിൽ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് വോട്ടെണ്ണൽ നടത്തി ഫലപ്രഖ്യാപനം ഉണ്ടായത്. കാനഡയുടെ പാർലമെന്റായ ഹൗസ് ഓഫ് കോമൺസ്, ആ ഹൗസ് ഓഫ് കോമൺസിൽ 343 അംഗ ഹൗസ് ഓഫ് കോമൺസിൽ 172 അംഗങ്ങളുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. പക്ഷേ ഇപ്പോൾ ഫലം പുറത്തു വരുമ്പോൾ കാനഡയിലെ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി തന്നെ അധികാരത്തിൽ തുടരും എന്ന സാഹചര്യമാണുള്ളത്. ലിബറൽ പാർട്ടിക്ക് 165 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം കടക്കാനായില്ല. പക്ഷേ കാനഡയിലെ നിയമമനുസരിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിക്ക് അവിടെ സർക്കാർ ഉണ്ടാക്കി ഭരിക്കാം. അതുകൊണ്ട് തന്നെ 165 സീറ്റുകൾ നേടി ഒന്നാമതെത്തിയ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി തന്നെ തുടർ ഭരണത്തിലുണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മാർക്ക് കാർണി തന്നെ പ്രധാനമന്ത്രിയായി തുടരും എന്നും വാർത്തകൾ വരുന്നുണ്ട്. തൊട്ടു പിന്നാലെ 147 സീറ്റുകളുമായി കൺസർവേറ്റീവ്സ് ജയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ BQ 23 സീറ്റുകൾ നേടുന്നു, NDP 7 സീറ്റുകൾ നേടുന്നു, ഗ്രീൻ പാർട്ടി 1 സീറ്റ് നേടുന്നു. ഇങ്ങനെയാണ് കാനഡയുടെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. 343 അംഗ പാർലമെന്റിൽ 172 സീറ്റ് ആർക്കും ലഭിച്ചില്ല. 165 സീറ്റുകളോടുകൂടി ഭരണകക്ഷിയായ ലേബർ പാർട്ടി തന്നെ ഭരണത്തിൽ തുടരും എന്ന ഒരു സാഹചര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കാനഡ ശക്തവും സ്വതന്ത്രവുമാണ് എന്നൊരു പ്രസ്താവനയാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി നടത്തിയത്. അതായത് കാനഡയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ അതീവ ഗുരുതരമായ വിഷയങ്ങളുണ്ട്. കാനഡ ആരുടെയും സാമന്ത രാജ്യമല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതായത് കാനഡ അമേരിക്കയുടെ 51ാം സംസ്ഥാനമായി കൊള്ളട്ടെ എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട്. അതിനുവേണ്ടി അദ്ദേഹം കാനഡയ്ക്ക് മേൽ ഉയർന്ന ഇറക്കുമതി തീരുവ ഉൾപ്പെടെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞു. കാനഡയും അമേരിക്കയും തമ്മിൽ എക്കാലത്തെയും മോശമായ ബന്ധമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്കറിയാം. കാനഡ എപ്പോഴും ആശ്രയിച്ചിരുന്ന ഒരു രാജ്യം ഇപ്പോൾ അവരുടെ കൂടെയില്ല. അവർ തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് NDPക്ക് ലഭിച്ചത് 7 സീറ്റുകൾ മാത്രമാണ്. NDPക്ക് നേരത്തെ, അതായത് ഈ കഴിഞ്ഞ പാർലമെന്റിൽ 24 സീറ്റുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോ ഈ NDPയുടെ പിന്തുണയോടുകൂടിയാണ് സർക്കാർ ഉണ്ടാക്കി ഭരിച്ചത്. ഈ NDP എന്ന് പറയുന്നത് ജഗ്മീത് സിംഗ് നയിക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനകളെയെല്ലാം അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് NDP. അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ ഭരണത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്ന ഒരു പാർട്ടി കൂടിയായിരുന്നു ഈ NDP. ആ NDPയുടെ സീറ്റ് നിലയാണ് 24-ൽ നിന്നും 7ആയി കുത്തനെ ഇടിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹർദീപ് സിംഗ് നിജാറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ വളരെ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇന്ത്യയെ ലോക മധ്യത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന് പിന്നിൽ ശക്തമായ പങ്ക് വഹിച്ച ഒരു പാർട്ടിയാണ് NDP. മാത്രമല്ല ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളും അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളും കാനഡയിൽ നടത്താൻ ഖാലിസ്ഥാൻ സംഘടനകൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്നത് ജഗ്മീത് സിംഗിൻ്റെ ഈ NDP എന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്കാണ് കാനഡയിൽ രാഷ്ട്രീയ സ്വാധീനം നഷ്ടപ്പെടുന്നത്. ഈ ജഗ്മീത് സിംഗ് ബ്രിട്ടീഷ് കൊളംബിയയിലെ MP കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല 3ാം സ്ഥാനത്തേക്ക് പോയി. പാർട്ടി തന്നെ ഒഫീഷ്യൽ സ്റ്റാറ്റസ് പാർട്ടിക്ക് നഷ്ടമാകുന്നു. ഒരു പാർട്ടിക്ക് കാനഡയിൻ പാർലമെൻറ്റിൽ ഒഫീഷ്യൽ സ്റ്റാറ്റസ് വേണമെങ്കിൽ മിനിമം 12 സീറ്റുകളെങ്കിലും വേണ്ടിവരും. പക്ഷേ ഇവിടെ 7 സീറ്റുകൾ മാത്രമാണ്. 24 സീറ്റിൽ നിന്നും 7 സീറ്റിലേക്ക് കൂപ്പുകുത്തിയ NDP ഒഫീഷ്യൽ സ്റ്റാറ്റസും നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് ജഗ്മീത് സിംഗ് ഇപ്പോൾ പാർട്ടി മേധാവി എന്ന സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ തുടരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കൊരു വലിയ ആശ്വാസവും വിജയവുമാണ്. കാരണം 2 പാർട്ടികളും, അതായത് മാർക്ക് കാർണിയുടെ ലിബറലുകളും അതോടൊപ്പം തന്നെ കൺസർവേറ്റീവുകളും സീറ്റ് നില ഉയർത്തിയിട്ടുണ്ട്. 152 സീറ്റിൽ നിന്നും 165ലേക്കാണ് ലിബറൽസ് സീറ്റ് ഉയർത്തിയത്. 120 സീറ്റിൽ നിന്നും കൺസർവേറ്റീവ്സ് 147ലേക്കും സീറ്റ് ഉയർത്തിയിട്ടുണ്ട്. ഈ വിഘടനവാദി പ്രസ്ഥാനമായ NDP ആണ് ആകെ തകർന്നു പോയത് എന്ന് നമുക്കറിയാം. മാർക്ക് കാർണി ജസ്റ്റിൻ ട്രൂഡോയെ പോലെ അല്ല. അദ്ദേഹത്തിൻ്റെ വിദേശ നയങ്ങൾ അല്പം വ്യത്യസ്തമാണ്. ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തി കൂടിയാണ്. മാത്രമല്ല
ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പഹൽഗാം ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധവും അതോടൊപ്പം തന്നെ ഈ മരിച്ചവരോട് അനുശോചനവും രേഖപ്പെടുത്തി ഈ മാർക്ക് കാർണി രംഗത്ത് വന്നിരുന്നു. അതായത് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിച്ച ശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ഊഷ്മളമാകണം എന്നാഗ്രഹിക്കുന്ന ഒരു പ്രധാനമന്ത്രി കൂടിയാണ് മാർക്ക് കാർണി. ആ മാർക്ക് കാർണി തന്നെ ഭരണത്തിൽ തുടരും എന്നാണ് കാനഡിയൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്ന സൂചന. ഒപ്പം തന്നെ ഇന്ത്യ വിരുദ്ധ പാർട്ടിയായ NDP കാനഡയിൽ തകർന്നടിയുകയും ചെയ്യുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Partner EduBix Online Executive Education, Focus Physiotherapy Center Pattam, Unnat Engineering Gujarat, Tirthayatra.com, Iron Build Gujarat, PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.